നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ കസ്റ്റഡി മർദ്ദനത്തിൽ പ്രതികളായ എല്ലാ പോലീസുകാരെയും പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികൾ വിവിധ പോലീസ് സ്റ്റേഷനുകൾക്ക് മുൻപിൽ ജനകീയ പ്രതിഷേധ സദസ്സ് നടത്തി. വാലിയക്കരയിലെ ടോൾ പിരിവിന് തൽക്കാലം അനുമതിയില്ല. ടോൾ പിരിവ് പുനരാരംഭിക്കുന്ന വിഷയത്തിൽ ഹൈക്കോടതി തിങ്കളാഴ്ച വിധി പറയാൻ സാധ്യത. ഇഞ്ചക്കുണ്ട് പരുന്തുപാറയിൽ കാട്ടാന ശല്യം രൂക്ഷം. യാത്രക്കാരെ ആന ഓടിപ്പിച്ചു, റോഡ് അടച്ചിട്ടു, കാർഷിക വിളകളും നശിപ്പിച്ചു. കേരള സംസ്ഥാന ഭാഗ്യക്കുരുടെ ധനലക്ഷ്മി ലോട്ടറി ഒന്നാം സമ്മാനം 1 കോടി രൂപ വരാക്കര സ്വദേശിക്ക്. വരാക്കര മഞ്ഞളി 81 വയസ്സുള്ള തോമസ് ആണ് ഭാഗ്യവാൻ. വരന്തരപ്പള്ളി CJM അസംഷൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ തൃശൂർ ജില്ലാ വോളിബോൾ ടെക്നിക്കൽ കമ്മിറ്റിയുടെ സഹകരണത്തോടെ സബ് ജൂനിയർ ജില്ലാ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചു. വീണ്ടും കുതിച്ചുയർന്ന സ്വർണ്ണവില. ബുധനാഴ്ച 1 പവൻ സ്വർണത്തിന് 160 രൂപ വർദ്ധിച്ച് 81,040 രൂപയായി. 1 ഗ്രാം സ്വർണത്തിന് ബുധനാഴ്ചത്തെ വില 10,130 രൂപയാണ്. തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെയും പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിന്റെയും ഫണ്ട് ഉപയോഗിച്ച് പോങ്കോത്രയിൽ സ്ഥാപിക്കുന്ന ഓപ്പൺ ജിമ്മിന്റെ നിർമ്മാണോദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ കസ്റ്റഡി മർദ്ദനത്തിൽ പ്രതികളായ എല്ലാ പോലീസുകാരെയും പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പുതുക്കാട്, തൃക്കൂർ, നെന്മണിക്കര മണ്ഡലം കമ്മിറ്റികൾ പുതുക്കാട് പോലീസ് സ്റ്റേഷന് മുൻപിൽ ജനകീയ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് രാജു തളിയപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. KM ബാബുരാജ്, ജെറോം ജോൺ, KJ ജോജു, ഷാജു കാളിയങ്കര, KV പുഷ്പാകരൻ, സുന്ദരി മോഹൻദാസ്, രജനി സുധാകരൻ, KS കൃഷ്ണൻകുട്ടി, പോൾസൺ തെക്കുംപീടിക, സന്ദീപ് കണിയത്ത്, ഷെന്നി പനോക്കാരൻ, VP ഔസഫ് എന്നിവർ പ്രസംഗിച്ചു. നമ്മളെല്ലാവരും ഈ കഴിഞ്ഞ നാളുകളിൽ കണ്ട കാഴ്ചയാണ്. യൂത്ത് കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ അതിനുശേഷം വലിയ രീതിയിലുള്ള പോരാട്ടമാണ് ശുചിത്വത്തിന്റെ നീതിക്ക് വേണ്ടി ഈ നാട് കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ആ വീഡിയോ ദൃശ്യങ്ങൾ കണ്ട ഓരോ അമ്മമാരും പെങ്ങന്മാരും സഹോദരന്മാരും ശുചിത്വത്തിനെ തല്ലിയ പോലീസുകാർക്കെതിരെ നടപടി വേണമെന്ന് ഹൃദയത്തിൽ ആഗ്രഹിക്കുന്ന കേരളത്തിലെ ജനങ്ങളാണ് ഇന്നുള്ളത്. എങ്കിലും നമ്മുടെ നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രി ശുചിത്വത്തിന്റെ വിഷയത്തിൽ അവരെ ക്രൂരമായി തല്ലിച്ചതച്ച പോലീസിനെതിരെ ഒരു വാക്ക് സംസാരിക്കാനോ ഒന്ന് അപലപിക്കാനോ അതിനെതിരെ നടപടിയുമായി കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ കസ്റ്റഡി മർദ്ദനത്തിൽ പ്രതികളായ എല്ലാ പോലീസുകാരെയും പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് അളഗപ്പനഗർ, വരന്തരപ്പള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ വരന്തരപ്പള്ളി പോലീസ് സ്റ്റേഷന് മുൻപിൽ ജനകീയ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. DCC ജനറൽ സെക്രട്ടറി കല്ലൂർ ബാബു ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് അളഗപ്പനഗർ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് അലക്സ് ചുക്കിരി അധ്യക്ഷത വഹിച്ചു. ഡേവിസ് W അക്കര, UDF ചെയർമാൻ KL ജോസ്, ആൻസ് കണ്ണമ്പുഴ, സിജോ ഞെരിഞ്ഞാമ്പള്ളി, K ഗോപാലകൃഷ്ണൻ, പ്രിൻസൻ തയ്യാലക്കൽ, KK ഹരിദാസ്, TT ബെന്നി, ആലിക്കുട്ടി, O വിജയൻ, പിൻറ്റോ മഞ്ഞളി, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് നെൽസ, ജോജോ പിണ്ടിയാൻ, ദിനിൽ പാലപ്പറമ്പിൽ, പ്രിൻസ് അരിപ്പാലത്തുകാരൻ തുടങ്ങി ജനപ്രതിനിധികളും ഓസ്റ്റിൻ തെക്കുംപുറം, ഔസേപ്പ് ചെരടായി, ചന്ദ്രൻ പുതിയടത്ത് തുടങ്ങിയ നേതാക്കളും പ്രസംഗിച്ചു. ഈ കേരളം ഭരിക്കുമ്പോൾ നമ്മൾ നേരിടേണ്ടി വരുന്ന ദുരന്തങ്ങൾ എന്ന് പറയുന്നത് വളരെ കഠിനമുള്ളതായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, നമുക്ക് കൊറോണ കാലഘട്ടത്തിൽ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ വെള്ളപ്പൊക്കം വന്നപ്പോഴും നമുക്ക് ദുരിതങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ നമ്മൾ നേരിടുന്ന പോലീസിൻ്റെ മർദ്ദനങ്ങൾക്ക് നമുക്ക് എത്ര കണ്ട് അത് ക്ഷമിക്കാൻ പറ്റുമെന്ന് തോന്നിയാലും അത് മറക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് മുന്നോട്ട് പോവുകയാണ്. കഴിഞ്ഞ 9 വർഷക്കാലമായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി സർക്കാരിൻ്റെ ജനകീയ ദ്രോഹങ്ങളിൽ ഏറ്റവും മകുടോദാഹരണമായി എടുത്തു പറയുന്ന പോലീസ് രാജിനെതിരെയുള്ള ജനങ്ങളുടെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ജനങ്ങളുടെ ജീവന് സംരക്ഷണം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ധാർമ്മികമായ സമരമാണ് ഇന്ന് കേരളത്തിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളുടെ മുമ്പിലും കോൺഗ്രസ് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്.
പുതിയ നിയമപാലകർ അറിഞ്ഞോ അറിയാതെയോ മനുഷ്യനെ കൊന്നു തിന്നാൻ ശമ്പളം വാങ്ങിയിരിക്കുന്നുണ്ടെങ്കിൽ അവർ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ക്രൂരമായി പീഡിപ്പിച്ച ദൃശ്യങ്ങളാണ് ഈ 1-2 ദിവസങ്ങൾക്കുള്ളിൽ ദൃശ്യമാധ്യമങ്ങളിലൂടെ നമുക്കേവർക്കും കാണാൻ സാധിച്ചത്. അതിന് തൊട്ട് പുറകിലായി PG സ്റ്റേഷനിലെയും കേരളത്തിലെ ഒട്ടനവധി പോലീസ് സ്റ്റേഷനുകളിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ നീചമായ പ്രവൃത്തികളാണ് നമ്മൾക്ക് മുമ്പിൽ നാം എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. പോലീസ് ലോക്കപ്പ് മർദ്ദനത്തിനെതിരെ കോൺഗ്രസ് കൊടകര കോടശ്ശേരി മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കൊടകര പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ചും തുടർന്ന് ജനകീയ സദസ്സും സംഘടിപ്പിച്ചു. KP ജെയിംസ് ജനകീയ സദസ്സ് ഉദ്ഘാടനം ചെയ്തു. കൊടകര മണ്ഡലം പ്രസിഡന്റ് VM ആന്റണി അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് കോടശ്ശേരി മണ്ഡലം പ്രസിഡന്റ് MO ജോൺ, ഡൽജിത്ത് ഞെർലേലി, സദാശിവൻ കുറുവത്ത്, CV ആന്റണി, MK ഷൈൻ, സുനിൽ K മേനോൻ, ലിജോ ജോൺ, വിനയൻ തോട്ടാപ്പള്ളി, PK അരുൺകുമാർ, VR രഞ്ജിത്ത്, ബൈജു അറയ്ക്കൽ, ഷാജു വെളിയൻ, ബാബു കൊട്ടേക്കാട്ടുകാരൻ, കോടന നാരായണൻകുട്ടി, ജോസ് കോച്ചക്കാടൻ, ജോമോൻ ജോസ്, ജോയ് ചെമ്പകശ്ശേരി, സുനന്ദ നാരായണൻ, ബിജി ഡേവിസ്, ലില്ലി ജോസഫ്, സുമ ഗിരിജൻ എന്നിവർ നേതൃത്വം നൽകി. അത് ജീവൻ രക്ഷാ പ്രവർത്തനമാണെന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ നാട്ടില് ഇവിടുത്തെ സാധാരണക്കാരന് നീതി കിട്ടില്ല നമുക്ക് ഉറപ്പാണ്. ഈ സമയത്താണ് കേരളത്തില് അങ്ങോളം ഇങ്ങോളമുള്ള പോലീസ് സ്റ്റേഷനുകളിലെ CCTV പരിശോധിച്ച് നമുക്കറിയാം. വലത് കാൽമുട്ടുകൊണ്ട് സുജിത്തിന്റെ വയറിൽ ചവിട്ടിയപ്പോൾ കമിൾ നടിച്ചു നിന്ന സുജിത്തിന് ഈ മുട്ടുഭാഗം ഉപയോഗിച്ച് അവരുടെ സുജിത്തിന്റെ തണ്ടലും അടിച്ചു. കുന്നംകുളം പോലീസ് ലോക്കപ്പ് മർദ്ദനത്തിനെതിരെ കോൺഗ്രസ് മറ്റത്തൂർ പറപ്പൂക്കര കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷന് മുൻപിൽ ജനകീയ വിചാരണ സദസ്സ് സംഘടിപ്പിച്ചു. DCC ജനറൽ സെക്രട്ടറി സെബി കൊടിയൻ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് പുതുക്കാട് ബ്ലോക്ക് പ്രസിഡന്റ് സുധൻ കാരയിൽ അധ്യക്ഷത വഹിച്ചു. UDF കൺവീനർ സോമൻ മുത്തറത്തിക്കര, മണ്ഡലം പ്രസിഡന്റുമാരായ ഷാഫി കല്ലുപറമ്പിൽ, ഫ്രാൻസിസ് പടിഞ്ഞാറേത്തല, ബ്ലോക്ക് ദളിത് കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹി MK രാജേഷ്, ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ CH സാദത്ത്, M ശ്രീകുമാർ, AB പ്രിൻസ്, ന്യൂനപക്ഷ ഡിപ്പാർട്ട്മെന്റ് സംസ്ഥാന ഭാരവാഹി M ബിജു, തോമസ് കാവുങ്ങൽ എന്നിവർ പ്രസംഗിച്ചു. മർദ്ദിച്ച് അവശനാക്കുന്ന ഒരു രംഗം നമ്മൾ യൂട്യൂബിലും അതുപോലെ ദൃശ്യമാധ്യമങ്ങളിൽ കൂടിയൊക്കെ ജനം കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാഷ്ട്രീയ ഭേദമന്യേ ഈ അക്രമത്തെ ജനങ്ങൾ മൊത്തം മൂക്കിൽ വിരൽ വയ്ക്കുക. ഇതുപോലെ ഒരു മർദ്ദനം എന്താണ് സുജിത്ത് ചെയ്ത തെറ്റ് എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. ഒരു പൂജാരിയായ സുജിത്ത്, അമ്പലത്തിൽ പൂജാരിയായ സുജിത്ത് ആ അമ്പലത്തിലെ ഒരു പരിപാടി രാത്രി കഴിഞ്ഞ് അവരുടെ സഹപ്രവർത്തകനും ആ ക്ലബിന്റെ സഹപ്രവർത്തകരും കൂടിയായ പാലിയേക്കര ടോൾ പിരിവ് പുനരാരംഭിക്കാൻ ദേശീയപാത അതോറിറ്റി തിരക്ക് പിടിക്കേണ്ട കാര്യമില്ലെന്നും പാതയിലെ അറ്റകുറ്റപ്പണികൾ തീർത്ത് ജനങ്ങൾക്ക് സൗകര്യം ഒരുക്കുന്നതിനായിരിക്കണം മുൻഗണനയെന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്. തൃശൂർ കളക്ടറുടെയും ഇടക്കാല ഗതാഗത കമ്മിറ്റിയുടെ റിപ്പോർട്ടുകൾ പുനഃപരിശോധിക്കുമ്പോൾ പ്രശ്നങ്ങൾ പൂർണ്ണമായും തീർന്നിട്ടില്ലെന്നാണ് മനസ്സിലാകുന്നത്. ഹർജി തിങ്കളാഴ്ച പരിശോധിക്കുമ്പോൾ കളക്ടറും ഇടക്കാല ഗതാഗത കമ്മിറ്റിയും നൽകുന്ന റിപ്പോർട്ട് വീണ്ടും പരിഗണിക്കും. അപ്പോഴേക്കും ജനത്തിന് അസൗകര്യം വരുന്നില്ലെന്ന് ഉറപ്പാക്കണമെന്നും NHAIയോട് കോടതി പറഞ്ഞു. അതേസമയം ദേശീയപാതയിലെ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കാനായെന്നാണ് ദേശീയപാത അതോറിറ്റിയുടെ വാദം. ടോൾ പിരിവ് എന്ന് ആരംഭിക്കാനാകുമെന്ന് തിങ്കളാഴ്ചയിലെ റിപ്പോർട്ട് പരിശോധിച്ച ശേഷമേ ഹൈക്കോടതി ഉത്തരവിടുകയുള്ളൂ. ഇഞ്ചക്കുണ്ട് പരുന്തുപാറയിൽ കാട്ടാന ആക്രമണം രൂക്ഷം. റോഡിലിറങ്ങിയ ആനകൾ യാത്രക്കാരെ ഓടിച്ചു. കാട്ടാന ശല്യത്തെ തുടർന്ന് ചൊവ്വാഴ്ച റോഡ് അടച്ചുകെട്ടി. 3 ദിവസത്തിനിടെ 100ഓളം വാഴകൾ നശിപ്പിച്ചുവെന്ന് കർഷകർ. 3 ദിവസത്തിനിടെ 100ഓളം വാഴകൾ നശിപ്പിച്ചുവെന്ന് കർഷകൻ. തെങ്ങ്, റബ്ബർ കൃഷിയും കാട്ടാനകൾ നശിപ്പിക്കുകയാണ്. ഒരാഴ്ചയായി 3 ആനകളാണ് പ്രദേശത്ത് തമ്പടിച്ചത്. രാത്രിയിൽ വനപാലകർ വിളിച്ചാലും എത്തുന്നില്ലെന്ന് കർഷകരുടെ പരാതി. സജീവ് കൊട്ടിശ്ശേരി, മേരി കാപ്പിൽ, സണ്ണി കൊട്ടിശ്ശേരിൽ, ഹനീഫ മന്ത്രിക്കുത്ത്, തോമസ് തെക്കേ കൈതയ്ക്കൽ, മാത്യു വേങ്ങയ്ക്കൽ എന്നിവരുടെ കൃഷികളാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി ആനകൾ നശിപ്പിച്ചത്. രാത്രികളിൽ ഭീതിജനകമാണ് അവസ്ഥയെന്നും ആനകൾ കാടിറങ്ങുന്നത് തടയാൻ വനപാലകർ ഫലപ്രദമായി ഒന്നും ചെയ്യുന്നില്ലെന്നും കർഷകർ ആരോപിച്ചു. കഴിഞ്ഞ കാലങ്ങളിൽ വന്ന കൃഷിനാശങ്ങൾക്ക് അപേക്ഷ നൽകിയിട്ടും ഇതുവരെ നഷ്ടപരിഹാരം ലഭിച്ചില്ലെന്നും കർഷകർ പറഞ്ഞു. ചൊവ്വാഴ്ച വൈകിട്ട് ഇഞ്ചക്കുണ്ട് പരുന്തുപാറ റോഡിലാണ് ആനയിറങ്ങി യാത്രക്കാരെ ഓടിച്ചത്.
ഇതോടെ 2 മണിക്കൂറിലേറെ സമയം രാത്രിയിൽ റോഡ് അടച്ചിട്ടു. നമ്മുടെ പറമ്പിൽ വളരെ പ്രാവശ്യം ആന വന്ന് ഫോറസ്റ്റിൽ പരാതി കൊടുത്തതാണ്. ഒരു നടപടി ഉണ്ടായില്ല. ഇപ്പം ഈ കഴിഞ്ഞ ആഴ്ച ആന വന്ന് 10-30 തൈ കളഞ്ഞു, വല കീറി, കയറലും ഇറങ്ങലും. അവരന്വേഷണം ഒരു പരിഹാരം കാണണം. നമ്മുടെ പറമ്പിൽ കയറിയിട്ട് ഈ കഴിഞ്ഞ ദിവസം ഒരു 100ഓളം വാഴ, റബ്ബർ തൈ ഒക്കെ ഒടിച്ച് കാട്ടി കളഞ്ഞു. ഇതിനു മുമ്പ് 2 കൊല്ലം മുമ്പ് വാഴ കളഞ്ഞു, റബ്ബർ കളഞ്ഞു. അതിനൊന്നും നഷ്ടപരിഹാരം ഒന്നും ഇതും കിട്ടിയിട്ടില്ല. നമ്മൾ അക്ഷയയിൽ പോയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തതാണ്. ഇതുവരെ പൈസകൾ ഒന്നും കിട്ടിയിട്ടില്ല, നഷ്ടം കിട്ടിയിട്ടില്ല. ഈ പ്രാവശ്യം വന്ന് വീണ്ടും റബ്ബർ, വാഴ ഒക്കെ കളഞ്ഞു. അതിൻ്റെ ഈ വെളുപ്പിന് ആന വന്നു. വെളുപ്പിന് ഞങ്ങൾ ഓടിച്ചു. ഫോറസ്റ്റുകാരെ വിളിച്ചിട്ട് അവർ വരുന്നുമില്ല. അതിനും അവരെ 2-3 പ്രാവശ്യം ഫോണിൽ വിളിച്ചു, അവർ വരുന്നില്ല. അപ്പോൾ ആകെ ബുദ്ധിമുട്ടായിട്ടിരിക്കുക. അവിടെ തെങ്ങ് എല്ലാം മറിച്ചിട്ട് ആന പറമ്പിൽ നിന്ന് പോകാണ്ട് നിൽക്കുകയാണ്. നമ്മുടെ 2-3 ദിവസമായി വാഴ വന്നിട്ട് തകർത്തുള്ളത്. വാഴ, കുറച്ച് പൂവൻ വാഴ, കുറച്ച് ഏത്തവാഴ, അതിൻ്റെ സൈഡ് മാടെല്ലാം ഇടിച്ച് കളഞ്ഞ് വേലിയെല്ലാം പൊളിച്ച് തവിടുകൂടിയാക്കി ഒരു 3-4 ദിവസമായി സ്ഥിരം വന്നുകൊണ്ടിരിക്കുന്നത്. ആരെ വിളിച്ചിട്ട് വരുന്നുമില്ല. ഒരു നഷ്ടപരിഹാരം ഇതേവരെ ചെയ്തിട്ടൊന്നും കിട്ടുന്നുമില്ല. ഒരു അന്വേഷണം ഉണ്ടാകുന്നില്ല ഇതുവരെ. കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ ധനലക്ഷ്മി ലോട്ടറി 1ാം സമ്മാനം 1 കോടി രൂപ വരാക്കര സ്വദേശിക്ക്. വരാക്കര മഞ്ഞളി 81 വയസ്സുള്ള തോമസ് ആണ് ഭാഗ്യവാൻ. ബുധനാഴ്ച വൈകിട്ട് നറുക്കെടുത്ത DD 781756 എന്ന നമ്പറിലുള്ള ടിക്കറ്റിലാണ് 1ാം സമ്മാനം ലഭിച്ചത്. കരുവാപ്പടി ആവണി ലക്കി സെൻറ്ററിൽ നിന്നാണ് തോമസ് ടിക്കറ്റ് എടുത്തത്. മക്കളുടെ ഭവന ആവശ്യത്തിനും പേരക്കുട്ടിയുടെ വിദ്യാഭ്യാസ ആവശ്യത്തിനും പണം വിനിയോഗിക്കുമെന്നാണ് തോമസ് പറയുന്നത്. തൻ്റെ ചെറുകിട കടങ്ങളും വീട്ടാൻ ഈ തുക കൊണ്ട് ആകുമെന്നും തോമസ് പറഞ്ഞു. രണ്ടാമത്തെ മോള് നഴ്സിങ്ങിന് പോകാൻ കാശ് കണ്ട് ഇവിടെ ലോൺ കൊടുത്തിട്ട് ലോൺ കിട്ടിയില്ല. അപ്പോൾ അവൾക്ക് കുറച്ച് പൈസ വേണം. പിന്നെ ആമത്തെ കുറച്ച് ബുദ്ധിമുട്ടുകൾ, കുറച്ച് കടങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് വേറെ ആരും ആൺപിള്ളേരൊന്നുമില്ല. ഭാര്യ മരിച്ചു 3 വർഷമായി. കഴിഞ്ഞല്ലേ 3 വർഷം, 2.25 വർഷമായിട്ടുള്ളൂ. ജനുവരി 2-ാം തീയതിക്ക് 3 വർഷമാവുള്ളൂ. ഷാജി, ഷൈനി, റാണി എന്നിവർ തോമസിൻ്റെ മക്കളാണ്. കരുവാപ്പടിയിൽ 15 വർഷത്തോളമായി ആവണി ലക്കി സെൻറ്റർ പ്രവർത്തിക്കുന്നുണ്ടെന്നും ഇവിടെ ലഭിക്കുന്ന 2ാമത്തെ 1ാം സമ്മാനമാണ് ഇതെന്നും ഉടമകളായ വിനോദ് കുമാറും ലിയയും പറയുന്നു. നമ്മുടെ കൗണ്ടറിൽ ആവണി ലോട്ടറി കടയിൽ വിറ്റ ടിക്കറ്റ് നമ്മുടെ കടയിൽ നിന്ന് വന്നിട്ട് ഒരു തോമസ് എന്ന് പറഞ്ഞ ചേട്ടൻ ഒന്ന് എടുത്തുകൊണ്ട് പോയതാണ്. ആൾക്കാരൊന്ന് ഫസ്റ്റ് പ്രൈസ് കിട്ടി വന്നു. വളരെ സന്തോഷം. ഞങ്ങൾക്ക് ഇപ്പോൾ 2ാമത്തെ ഫസ്റ്റ് പ്രൈസ് ആണ് ഇവിടെ ഞങ്ങൾക്ക് വീഴുന്നത്. നന്ദിപുലത്തിന് രുചിയുടെ പുതിയ അനുഭവം സമ്മാനിച്ച് MM കഫേ ആൻഡ് ബേക്കേഴ്സ് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു. നന്ദിപുലം ചുള്ളിപ്പറമ്പിൽ ആർക്കേഡിൽ ആരംഭിച്ച MM കഫേ ആൻഡ് ബേക്കേഴ്സ് എടമുട്ടത്ത് രാജി ഗോപി ഉദ്ഘാടനം നിർവഹിച്ചു. കേക്കുകൾ, വിവിധ തരം ഷേക്കുകൾ, ജ്യൂസുകൾ, ഐസ്ക്രീം, ബർഗർ, ഷവർമ, അൽഫാം തുടങ്ങി രുചികരമായ വിഭവങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. 5 കിലോമീറ്ററിനുള്ളിൽ ഹോം ഡെലിവറി സൗകര്യം ഇവിടെ ലഭ്യമാണ്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് അൽഫാം, ഷവർമ വിഭവങ്ങൾക്ക് കോംബോ ഓഫറുകളും ഒരുക്കിയിരുന്നു. നന്ദിപുലത്ത് ചുള്ളിപ്പറമ്പിൽ ആർക്കേഡിൽ MM എന്ന പേരിൽ നമ്മുടെ ബേക്കറിയിൽ നിന്ന് ഓപ്പൺ ആയിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് ജ്യൂസ്, ഷെയ്ക്ക്, ചായ, സ്നാക്സ്, അതുപോലെ തന്നെ അൽഫാം, ഷവർമ, ബർഗർ, ഫ്രഞ്ച് ഫ്രൈസ്, അങ്ങനെയല്ല ഒരു കസ്റ്റമർക്ക് വേണ്ട എല്ലാ ഇതും നമ്മുടെ ഷോപ്പിൽ ലഭ്യമാണ്. അപ്പോൾ അത് ഹോം ഡെലിവറി നമ്മൾ ചെയ്യുന്നതാണ്.
വരന്തരപ്പള്ളി CJM അസംഷൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ തൃശൂർ ജില്ലാ വോളിബോൾ ടെക്നിക്കൽ കമ്മിറ്റിയുടെ സഹകരണത്തോടെ സബ് ജൂനിയർ ജില്ലാ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. പള്ളിക്കുന്ന പള്ളി സഹവികാരി ഫാദർ ജാക്സൺ തെക്കേക്കര അധ്യക്ഷനായിരുന്നു. ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് സാംബശിവൻ, ടെക്നിക്കൽ കമ്മിറ്റി ഡോക്ടർ T. വിവേകാനന്ദൻ, പഞ്ചായത്ത് അംഗങ്ങളായ ഷൈജു പട്ടിക്കാട്ടുകാരൻ, ജോൺ തുലാപ്പറമ്പിൽ, പ്രിൻസിപ്പൽ ബൈസിൻ പ്രിൻസ്, പ്രധാനാധ്യാപകൻ ജോവൽ V. ജോസഫ്, PTA പ്രസിഡന്റ് ബൈജു മുള്ളക്കര എന്നിവർ പ്രസംഗിച്ചു. ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വിഭാഗങ്ങളിൽ ജില്ലയിലെ മികച്ച ടീമുകളാണ് പങ്കെടുത്തത്. ഇപ്പൊ മത്സരത്തിൽ പങ്കെടുക്കുക എന്നതാണ് ഏറ്റവും നല്ലൊരു കാര്യം. വിജയം പരാജയം അതൊക്കെ പിന്നീട് വരുന്ന കാര്യമാണ്. മത്സരത്തിൽ പങ്കെടുക്കാൻ കിട്ടുന്ന പരമാവധി അവസരങ്ങൾ വിനിയോഗിക്കുക, അതാണ് ഏറ്റവും നല്ല ഒരു പ്രചോദനം, മോട്ടിവേഷൻ. അപ്പൊ ജില്ലാ സെലക്ഷൻ കമ്മിറ്റിയും കൂടി ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും അതിൽ ഉൾപ്പെടാൻ പറ്റിയില്ലെങ്കിലും മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് നാളെയുടെ വാഗ്ദാനങ്ങളായി നിങ്ങൾക്ക് മാറാൻ കഴിയുക. ഓരോ മത്സരങ്ങളും ഓരോ വിജയത്തിന്റെ മുന്നോടിയായി കണ്ടുകൊണ്ട് നല്ല വിജയം കൈവരിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ഓരോ കായിക ഇനവും, അത് പ്രത്യേകിച്ച് വോളിബോൾ ആയാലും ഫുട്ബോൾ ആയാലും ക്രിക്കറ്റ് ആയാലും, ഒരുപാട് കൂട്ടായ്മയുടെ, സഹനത്തിന്റെ, ഏകോപനത്തിന്റെ ഫലമായി നമ്മൾ വിജയിക്കേണ്ട ഒന്നാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഒരേ ശരീരത്തോടെ, ഒരേ മനസ്സോടെ, നിയമങ്ങളെല്ലാം അനുസരിച്ചുകൊണ്ട് എതിർ ടീമിലെ അംഗങ്ങളോട് പരമാവധി ബഹുമാനം പുലർത്തി നമ്മൾ മത്സരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഇവിടെ നേരത്തെ നമ്മുടെ ബഹുമാനിയായ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞു, വിജയിക്കുക എന്നുള്ളത് അത് രണ്ടാം തരം കാര്യം മാത്രമാണ്. ഏറ്റവും ഉയർന്ന പദവിയിലേക്ക് എത്തിച്ചേരാൻ നിങ്ങൾക്ക് ഇടവരുത്തട്ടെ എന്ന് ആദ്യമേ തന്നെ ഞാൻ ആശംസിക്കുകയാണ്. അതോടൊപ്പം ഒരു ചെറിയ വാക്ക് ഞാൻ നന്ദി ആദ്യം സൂചിപ്പിക്കുകയാണ്. കാരണം എനിക്ക് നന്ദി പറഞ്ഞ അവസരം കിട്ടില്ല എന്നുള്ളതുകൊണ്ട് ഇങ്ങനെയൊരു ടൂർണമെന്റ് ഇവിടെ സംഘടിപ്പിക്കാനായിട്ട് അവസരം നൽകിയ ജില്ലാ ടെക്നിക്കൽ വോളിബോൾ അസോസിയേഷൻ ഭാരവാഹികളോട് സാംശിവൻ സാറ്, അതുപോലെ തന്നെ വിവേകാനന്ദൻ സാറ് കൂടെ എത്തിയിട്ടുണ്ട്. പ്രത്യേകം ഞാൻ ഈ അവസരത്തിൽ ഒരു വാക്ക് നന്ദി കൂടി അവർക്ക് അർപ്പിക്കുകയാണ്. നമുക്കറിയാം, ഒരു ടൂർണമെന്റ് നടത്തുമ്പോൾ അതിന്റേതായ ബുദ്ധിമുട്ടുകൾ ഒരുപാടുണ്ട്. അത് ഏറ്റെടുത്ത് നടത്താൻ സ്കൂള് കാണിച്ചതിന് വളരെയധികം നന്ദി ഞാൻ സ്കൂളിനോട് പറയുകയാണ്. കാരണം 3 വർഷങ്ങൾക്ക് മുമ്പ് ടെക്നിക്കൽ കമ്മിറ്റിയും ഞങ്ങളും ചേർന്നുകൊണ്ട് 28 ടീമുകളെ ഒരു ഇന്ത്യൻ ക്യാപ്റ്റന്റെ നാട്ടിൽ ഒരു വോളിബോൾ മാമാങ്കം, അതിന് വിരുന്നൊരുക്കാൻ, വേദിയൊരുക്കാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. എല്ലാവർക്കും നല്ല മത്സരവും അതുപോലെ വ്യക്തിഗതമായി വീണ്ടും കുതിച്ചുയർന്ന് സ്വർണ്ണവില. 1 പവൻ സ്വർണത്തിന് ബുധനാഴ്ചയിലെ വില 81,040 രൂപയാണ്. പവന് 160 രൂപയാണ് ബുധനാഴ്ച വർദ്ധിച്ചത്. 1 ഗ്രാം സ്വർണത്തിന് ബുധനാഴ്ചത്തെ വില 10,130 രൂപയാണ്. പണിക്കൂലി, GST എന്നിവ ഉൾപ്പെടെ 1 പവൻ സ്വർണം വാങ്ങണമെങ്കിൽ കുറഞ്ഞത് 90,000 രൂപയെങ്കിലും ചെലവഴിക്കേണ്ട സാഹചര്യമാണ്. പലരും ഓൺലൈൻ ട്രേഡിംഗിൽ നിക്ഷേപം നടത്തുന്നതാണ് സ്വർണ്ണവില കുതിച്ചുയരാനുള്ള കാരണമായി വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ലോകത്ത് വിശ്വസിക്കാവുന്ന ഏക നിക്ഷേപമെന്ന നിലയിൽ സ്വർണം മാറിയതാണ് ഈ കുതിപ്പിന് കാരണമെന്ന് സ്വർണ്ണ വിപണിയുടെ നിരീക്ഷകരും പറയുന്നു. വില കൂടിയതോടെ സംസ്ഥാനത്തെ സ്വർണ്ണാഭരണ ഉപഭോക്താക്കൾക്ക് സ്വർണത്തോടുള്ള താല്പര്യം കുറയുമോ എന്ന് ആശങ്കയുണ്ട്. എന്നാൽ തമിഴ്നാട്ടിലും ഉത്തരേന്ത്യയിലും ദീപാവലിയോടെ താല്പര്യം കൂടുന്നതാണ് ട്രെൻഡ്. ദീപാവലിക്ക് നിക്ഷേപ താല്പര്യം കൂടുന്നതോടെ ഡിമാൻഡും കൂടും. ഓഹരി വിപണിയിലെ ചാഞ്ചാട്ടവും അമേരിക്കയുടെ താരിഫ് ഇടപെടലുകളും യൂറോപ്പിലെയും മധ്യേഷ്യയിലെയും യുദ്ധ സാഹചര്യങ്ങളും കറൻസികളെ ദുർബലമാക്കുന്നു. കൂടാതെ അമേരിക്കയിലെ അനിശ്ചിതാവസ്ഥ ജാപ്പനീസ് യെന്നിനെതിരെ ഡോളറിൻ്റെ മൂല്യം ഇടിച്ചതും സ്വർണത്തിലേക്ക് നിക്ഷേപം മാറാൻ ഇടയാക്കി. തൃശൂർ ജില്ലാ പഞ്ചായത്തിൻ്റെയും പറപ്പൂക്കര പഞ്ചായത്തിൻ്റെയും ഫണ്ട് ഉപയോഗിച്ച് പോങ്കോത്തറയിൽ സ്ഥാപിക്കുന്ന ഓപ്പൺ ജിമ്മിൻ്റെ നിർമ്മാണോദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ നിർവഹിച്ചു. പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ KC പ്രദീപ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം രാധ വിശ്വംഭരൻ, കുടുംബശ്രീ ADS പ്രസിഡന്റ് സുനിത രവീന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. 13 ലക്ഷത്തിലേറെ തുക ചെലവഴിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. പോലെ കൊണ്ടുപോകാൻ പരിശ്രമിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ വാർഡിനകത്ത് പ്രദീപ് പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. പദ്ധതിക്ക് പണം ആവശ്യപ്പെടുമ്പോൾ പ്രദീപും അനൂപും എന്നോട് വികസന പ്രവർത്തനങ്ങൾ ഈ പോങ്കോത്തറയിൽ നടത്താനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഈ തൊട്ടടുത്താണെങ്കിൽ 1 കോടിയുടെ അടുത്ത് ചെലവഴിച്ച് നമ്മൾ ഈ ഗ്രാമിക എന്ന് പറയുന്ന ഒരു സംവിധാനം ഇവിടെ കൊണ്ടുവന്നു.
ചക്കലൂർ ആലേങ്ങാട് ശങ്കര UP സ്കൂളിലെ വിദ്യാർത്ഥികൾ നട്ടുവളർത്തിയ ചെണ്ടുമല്ലിപ്പൂക്കളുടെയും പച്ചക്കറികളുടെയും വിളവെടുപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ കെ അനിയൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം ലിൻഡോ തോമസ്, പ്രധാനാധ്യാപിക M ശ്രീകല, സ്റ്റാഫ് സെക്രട്ടറി സത്യനാരായണൻ എന്നിവർ പ്രസംഗിച്ചു. ആ പൂക്കളും വളരെ മനോഹരമായി ചിരിച്ചു നിൽക്കുകയാണ്. കണ്ടോ, ആൺകുട്ടി പെൺകുട്ടി എന്ന രീതിയിൽ മഞ്ഞയും ഓറഞ്ചൊക്കെ ആയിട്ട് നല്ല രസകരമായ ഒരു കാഴ്ചയാണ്. പൂക്കൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കൊച്ചുകുട്ടികളെ പോലെയാണ്. അതുപോലെയാണ് നമ്മൾ അവരെ പരിപാലിച്ച് മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെയാണ് പച്ചക്കറി കൃഷിയും. അല്ലേ, ഞാൻ ഇവിടെ വന്നപ്പോൾ 2025 സെപ്റ്റംബർ 30 കാലാവധി തീരുന്ന മെഡിസെപ് പദ്ധതിയുടെ 2ാം ഘട്ടം നടപ്പാക്കാനുള്ള ഇൻഷുറൻസ് കമ്പനി, തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ എന്നിവരെ നിയമിക്കുന്ന പ്രവർത്തനം ത്വരിതപ്പെടുത്തണമെന്ന് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കൊടകര ബ്ലോക്ക് കമ്മിറ്റി ആവശ്യപ്പെട്ടു. പുതുക്കാട് പെൻഷൻ ഭവൻ ഓഡിറ്റോറിയത്തിൽ ചേർന്ന യോഗത്തിൽ ബ്ലോക്ക് പ്രസിഡന്റ് T ബാലകൃഷ്ണ മേനോൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം KM ശിവരാമൻ യോഗം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വൈസ് പ്രസിഡന്റ് P തങ്കം, KO പൊറിഞ്ചു, KV രാമകൃഷ്ണൻ, K സുകുമാരൻ, TA വേലായുധൻ, K സദാനന്ദൻ, PV ശാർങ്കൻ, MK ശാന്തകുമാരി, VM പ്രഹ്ലാദൻ എന്നിവർ പ്രസംഗിച്ചു. വെട്ടുകാട് 7ാം കല്ല് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച വിദേശ മദ്യവുമായി ഒരാൾ തൃശൂർ എക്സൈസ് സംഘത്തിന്റെ പിടിയിൽ. 7ാം കല്ല് സ്വദേശി കൊടിമരത്തിങ്കൽ വീട്ടിൽ 45 വയസ്സുള്ള സന്തോഷാണ് പിടിയിലായത്. തൃശൂർ എക്സൈസ് റേഞ്ച് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ NR രാജുവും സംഘവും നടത്തിയ പരിശോധനയിലാണ് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 500 മില്ലി വീതം കൊള്ളുന്ന 18 കുപ്പി മദ്യം പിടികൂടിയത്. വെട്ടുകാട് 4 ഭാഗത്ത് വ്യാജ മദ്യ വിൽപ്പന നടത്തുന്ന ഷൈജു എന്നയാൾക്ക് വിൽപ്പന നടത്തുന്നതിനായി വൻതോതിൽ മദ്യം എത്തിച്ചു നൽകുന്ന കണ്ണിയിലെ ഒരു അംഗമാണ് പിടിയിലായ സന്തോഷ്. സന്തോഷിന്റെ മൊഴിയും മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലും എക്സൈസ് ഷൈജുവിനെ കൂടി പ്രതിയാക്കാൻ തീരുമാനിച്ചു. പിടികൂടിയ സന്തോഷിനെ കോടതിയിൽ ഹാജരാക്കി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഗ്രേഡ് പ്രിവെന്റീവ് ഓഫീസർമാരായ ലത്തീഫ്, സിജോ മോൻ, ബിജു, നിതിൻ മാധവൻ എന്നിവരും മദ്യം പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. വ്യാജ മദ്യ വിൽപ്പന സംബന്ധിച്ച പരാതികൾ പ്രത്യേക എക്സൈസ് കൺട്രോൾ റൂം നമ്പറായ 048723612337 എന്ന നമ്പറിലോ തൃശൂർ എക്സൈസ് റേഞ്ച് ഓഫീസ് നമ്പറായ 0487238945 എന്ന നമ്പറിലോ അറിയിക്കണമെന്ന് എക്സൈസ് അറിയിച്ചു. നന്ദിപുരം മിത്രാനന്തപുരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹയജ്ഞത്തിന് തുടക്കമായി. തൃക്കേൽ ക്ഷേത്രത്തിൽ നിന്നും വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ വിഗ്രഹ ഘോഷയാത്രയുണ്ടായി. തുടർന്ന് യജ്ഞദീപം തെളിയിച്ച ശേഷം ആചാര്യവരണം, ഭാഗവത മഹാത്മ്യ പ്രവചനം, പ്രഭാഷണം എന്നിവയുണ്ടായി. കാവനാട് രാമൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. ശ്രീകൃഷ്ണ ജയന്തി ദിനമായ 14 യജ്ഞം സമാപിക്കും. കേച്ചേരിയിൽ KSRTC ബസ് കണ്ടക്ടർക്ക് സ്വകാര്യ ബസ് കണ്ടക്ടറുടെ മർദ്ദനം. സുൽത്താൻ ബത്തേരിയിൽ നിന്നും ആലപ്പുഴയിലേക്ക് പോയിരുന്ന KSRTCയിലെ കണ്ടക്ടറായ കരുനാഗപ്പള്ളി സ്വദേശി രാജേഷ് കുമാറിനാണ് മർദ്ദനമേറ്റത്. തോളലിന് പൊട്ടലേറ്റ രാജേഷ് കുമാർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ചൊവ്വാഴ്ച രാത്രി 9:30 സംഭവം. കേച്ചേരിയിലുണ്ടായ വാഹനക്കുരുക്ക് പരിഹരിക്കുന്നതിനായി രാജേഷ് കുമാർ റോഡിലേക്ക് ഇറങ്ങി ഗതാഗതം നിയന്ത്രിക്കുന്നതിനിടെ സ്വകാര്യ ബസ്സിലെ കണ്ടക്ടറായ കാളത്തോട് സ്വദേശി മുഹമ്മദ് സാലിഹുമായി തർക്കം ഉണ്ടാവുകയും മർദ്ദനത്തിൽ കലാശിക്കുകയുമായിരുന്നു. സംഘർഷത്തിനിടെ കഴുത്തിലുണ്ടായ സ്വർണ്ണമാല നഷ്ടപ്പെട്ടതായും ടിക്കറ്റും മെഷീനും കേടുപാടുകൾ സംഭവിച്ചതായും രാജേഷ് കുമാറിന്റെ പരാതിയിൽ പറയുന്നു. കുന്നംകുളം പോലീസ് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു. BJP പ്രാദേശിക നേതാവിനെ ക്രൂരമായി മർദ്ദിച്ച കേസ് പോലീസ് പണം നൽകി അട്ടിമറിച്ചെന്ന് KPCC വക്താവ് സന്ദീപ് വാര്യർ. 2018 അന്നത്തെ കുന്നംകുളം SI ആയിരുന്ന, നിലവിൽ വടക്കാഞ്ചേരി CI ആയ ഷാജഹാൻ ഉൾപ്പെടെയുള്ള പോലീസുകാർക്കെതിരെയായിരുന്നു കേസ്. ഈ കേസ് 10 ലക്ഷം രൂപ നൽകി പോലീസ് ഒത്തുതീർപ്പാക്കിയെന്നാണ് ആരോപണം. ഇക്കാര്യത്തിൽ BJP മറുപടി പറയണമെന്നും സന്ദീപ് വാര്യർ ആവശ്യപ്പെട്ടു. സമരം ചെയ്യുന്നവരെ പോലീസ് വേട്ടയാടുകയാണെന്നും സന്ദീപ് വാര്യർ കൂട്ടിച്ചേർത്തു. മുൻപാകെ വന്നിട്ടുള്ളത് സുജിത്തിൻ്റെ കാര്യത്തിൽ സുജിത്തും അതോടൊപ്പം കോൺഗ്രസിൻ്റെ നേതാവായ വർഗീസ് ചേട്ടനും എടുത്തിട്ടുള്ള വളരെ സ്തുത്യർഹമായിട്ടുള്ള ധീരോദാത്തമായിട്ടുള്ളൊരു നിലപാടാണ് ആ കേസ് അട്ടിമറിക്കപ്പെടാതെ പോകാനും ഇന്ന് പൊതുസമൂഹം ചർച്ച ചെയ്യുന്ന രീതിയിൽ ആ കേസ് വളർന്നു വരാനും ഇടയായത്. 20 ലക്ഷത്തോളം രൂപ കോൺഗ്രസിൻ്റെ നേതാക്കൾക്ക് വർഗീസ് ചേട്ടൻ ഉൾപ്പെടെയുള്ളവർക്ക് നൽകി ആ കേസ് അട്ടിമറിക്കാൻ വേണ്ടി കുന്നംകുളം പോലീസ് തയ്യാറായിട്ടും ആ പണം കൈകൊണ്ട് തൊടാതെ നീതി ലഭിക്കാനുള്ള പോരാട്ടവുമായി മുന്നോട്ട് പോകാൻ
അവരെടുത്ത നിലപാട് ഒന്നുകൊണ്ട് മാത്രമാണ് ഇന്ന് കേരളത്തിൽ ഒന്നടങ്കം പോലീസ് അതിക്രമത്തെക്കുറിച്ചിട്ടുള്ള വലിയ ചർച്ചകൾ നടക്കുന്നതും സംസ്ഥാനത്തെ ഭരണകൂടവും പോലീസും ഒക്കെ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നതും. പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ആളുകൾ ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ എങ്ങനെയാണ് സാധാരണ പ്രവർത്തകർക്കൊപ്പം നിൽക്കേണ്ടതെന്ന് വർഗീസ് ഏട്ടനും കുന്നംകുളത്തെ കോൺഗ്രസ് നേതൃത്വവും തൃശ്ശൂരിലെ കോൺഗ്രസ് നേതൃത്വവും കാണിച്ചു തന്നു. കാലാവസ്ഥ. കൂടിയ താപനില 30 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. കല്ലൂർ കാവലൂർ സെന്റ് ആന്റണീസ് LP സ്കൂളിൽ LP അധ്യാപക സ്ഥിര നിയമന ഒഴിവിലേക്ക് യോഗ്യതയുള്ളവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ 9846155316. ദേശീയ ആരോഗ്യ ദൗത്യത്തിന് കീഴിൽ ജില്ലയിലെ വിവിധ ആരോഗ്യ സ്ഥാപനങ്ങളിലേക്ക് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് തസ്തികയിലേക്ക് താൽക്കാലിക നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകർക്ക് സർക്കാർ അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള JPHN ബിരുദവും കേരള നഴ്സസ് ആൻഡ് മിഡ്വൈഫ്സ് കൗൺസിലിൻ്റെ സ്ഥിരം രജിസ്ട്രേഷനും ഉണ്ടായിരിക്കണം. 40 വയസ്സാണ് പ്രായപരിധി. താൽപ്പര്യമുള്ളവർ സെപ്റ്റംബർ 17 വൈകുന്നേരം 5 മണിക്കകം ആരോഗ്യ കേരളത്തിൻ്റെ വെബ്സൈറ്റിൽ നൽകിയിട്ടുള്ള ഗൂഗിൾ ഫോം ലിങ്ക് വഴി ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കണം. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 10,130 രൂപ, പവന് 81,040 രൂപ. വരന്തരപ്പള്ളി പള്ളിക്കുന്ന് തെക്കേക്കര പുതൂർക്കര പാവണിയുടെയും കൊച്ചു തെരേസ്യയുടെയും മകൻ ബിനോജ് അന്തരിച്ചു. 35 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ് 4:30 പള്ളിക്കുന്ന് അസംഷൻ പള്ളിയിൽ. മുരിയാട് ഈലാൻ പൊറിഞ്ചുവിൻ്റെ ഭാര്യ മേരി അന്തരിച്ചു. 86 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 10:30 മുരിയാട് സെൻറ് ജോസഫ് ദേവാലയത്തിൽ. തോമസ്, ജോസ്, ഫ്രാൻസിസ്, റപ്പായി എന്നിവർ മക്കളും മേഴ്സി, ഓമന, പ്രിൻസി, മേഴ്സി എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ കസ്റ്റഡി മർദ്ദനത്തിൽ പ്രതികളായ എല്ലാ പോലീസുകാരെയും പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികൾ വിവിധ പോലീസ് സ്റ്റേഷനുകൾക്ക് മുൻപിൽ ജനകീയ പ്രതിഷേധ സദസ്സ് നടത്തി. വാലിയക്കരയിലെ ടോൾ പിരിവിന് തൽക്കാലം അനുമതിയില്ല. ടോൾ പിരിവ് പുനരാരംഭിക്കുന്ന വിഷയത്തിൽ ഹൈക്കോടതി തിങ്കളാഴ്ച വിധി പറയാൻ സാധ്യത. ഇഞ്ചക്കുണ്ട് പരുന്തുപാറയിൽ കാട്ടാന ശല്യം രൂക്ഷം. യാത്രക്കാരെ ആന ഓടിപ്പിച്ചു, റോഡ് അടച്ചിട്ടു, കാർഷിക വിളകളും നശിപ്പിച്ചു. കേരള സംസ്ഥാന ഭാഗ്യക്കുരുടെ ധനലക്ഷ്മി ലോട്ടറി. 1ാം സമ്മാനം 1 കോടി രൂപ വരാക്കര സ്വദേശിക്ക്. വരാക്കര മഞ്ഞളി 81 വയസ്സുള്ള തോമസ് ആണ് ഭാഗ്യവാൻ. വരന്തരപ്പള്ളി CJM അസംഷൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ തൃശൂർ ജില്ലാ വോളിബോൾ ടെക്നിക്കൽ കമ്മിറ്റിയുടെ സഹകരണത്തോടെ സബ് ജൂനിയർ ജില്ലാ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചു. വീണ്ടും കുതിച്ചുയർന്ന സ്വർണ്ണവില. ബുധനാഴ്ച 1 പവൻ സ്വർണത്തിന് 160 രൂപ വർദ്ധിച്ച് 81,040 രൂപയായി. 1 ഗ്രാം സ്വർണത്തിന് ബുധനാഴ്ചത്തെ വില 10,130 രൂപയാണ്. തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെയും പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിന്റെയും ഫണ്ട് ഉപയോഗിച്ച് പോങ്കോത്രയിൽ സ്ഥാപിക്കുന്ന ഓപ്പൺ ജിമ്മിന്റെ നിർമ്മാണോദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ നിർവഹിച്ചു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.